2006 മുംബൈ ട്രെയിൻ സ്ഫോടന പരമ്പര കേസിൽ 12 പ്രതികളെയും ബോംബെ ഹൈക്കോടതി വെറുതെ വിട്ടു. വിചാരണ കോടതി വധശിക്ഷ വിധിച്ച 5 പേരും ജീവപര്യന്തം വിധിച്ച 7 പേരും ജയിൽ മോചിതരാകും. ഇവർക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കോടതി പറഞ്ഞു. 2006 ജൂലൈ 11 മുംബൈയിലെ ലോക്കൽ ട്രെയിനിൽ 7 ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, പ്രതികളാണെന്ന് പോലീസ് കണ്ടെത്തി ഇത്രയും കാലം തടവിൽ കഴിഞ്ഞ ആളുകളാണ് മതിയായ തെളിവുകളില്ല എന്ന് കണ്ടെത്തി ബോംബെ ഹൈക്കോടതി വെറുതെ വിടുന്നത്. പ്രോസിക്യൂഷൻ എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഈ കേസിൽ പരാജയപ്പെട്ടു പോയത്? വിധി എങ്ങനെ? അസീഫുദ്ദീൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഇപ്പോൾ ഈ 12 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. 15 വർഷത്തിന് ശേഷമാണ് ഈ 12 പ്രതികളെയും വെറുതെ വിടാനായിട്ട് ബോംബെ ഹൈക്കോടതി തീരുമാനിച്ചത്. കീഴ്ക്കോടതിയായിരുന്നു 15 പ്രതികളിൽ 5 പേർക്ക് വധശിക്ഷയും അതോടൊപ്പം തന്നെ 7 ആളുകൾക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചത്. ഇതിപ്പോൾ ഹൈക്കോടതി പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. മറ്റു കേസുകൾ ഈ പ്രതികൾക്ക് മേലില്ലെങ്കിൽ അവരെ എത്രയും വേഗം ജയിൽ മോചിതരാക്കണമെന്നിപ്പോൾ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഈ കേസ് അന്വേഷണത്തിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കേസ് അല്ലെങ്കിൽ ഈ ബോംബ് ഏതു തരം ബോംബാണ് പൊട്ടിയത് എന്ന് പോലും കണ്ടെത്താനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായില്ല. ഈ പ്രതികളെന്ന് പറഞ്ഞുകൊണ്ട് 12 ആളുകളെ പ്രോസിക്യൂഷൻ കണ്ടെത്തുകയായിരുന്നു. അവർ ഇത്രയും നാൾ ജയിലിൽ കഴിയുകയായിരുന്നു. എന്നാൽ ഇവരുടെ മേൽ ആരോപിക്കുന്ന കേസുകളിൽ അല്ലെങ്കിൽ കുറ്റങ്ങളിൽ ഒന്നുപോലും കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. 2 അംഗ ബെഞ്ചാണ് ഈ കേസിൽ നിന്ന് ആ വിധി പറഞ്ഞത്. അതുകൊണ്ട് എത്രയും വേഗം ഈ യുവാക്കളെ അവരെ ജയിൽ മോചിതരാക്കണം. അവർക്ക് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനോ ഒരു കാരണവശാലും സാധിച്ചിട്ടില്ല. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ ഉൾപ്പെടെ ആ കോടതി ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷിമൊഴികൾ ഉൾപ്പെടെ കോടതി ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ഈ 12 പ്രതികളെയും വിട്ടയക്കാനായിട്ട് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി ആ പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഈ കേസിന്റെ വിധിയെ, ബോംബെ ഹൈക്കോടതിയുടെ വിധിയെ ജമിയത്തുൽ ഉലമ ഹിന്ദ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ജമിയത്തുൽ ഉലമ ഹിന്ദ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോടതിയിൽ പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി തൗഫീഖ്.